ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലാസ് 10 CBSE മാത്സ് 7th ചാപ്റ്ററായ കോർഡിനേറ്റ് ജോമെട്രിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ചാപ്റ്ററാണ്. കുറച്ച് ഫോർമുലാസ് ഉണ്ട്, ആ ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസിലെ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്ലാസ് 9 നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്ലെയിനിലുള്ള ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു എക്സ് കോർഡിനേറ്റും ഒരു വൈ കോർഡിനേറ്റും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പോയിന്റിൻ്റെ പൊസിഷൻ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടത്? ഫസ്റ്റ് നമ്മളൊരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വരക്കും. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ ലൈനാണ്, വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു വേർട്ടിക്കൽ ലൈനാണല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പോയിന്റിൽ നമ്പേഴ്സ് മാർക്ക് ചെയ്യും അല്ലേ. എക്സ് ആക്സിസിൽ റൈറ്റിൽ 1 2 3 4 5 എന്ന് വരും. ഇനി ലെഫ്റ്റിൽ -1 -2 -3 -4 -5 അങ്ങനെ പോകും. ഇനി വൈ ആക്സിസിൽ മുകളിൽ പോസിറ്റീവ് നമ്പറാണ് 1 2 3 4 5. ദെൻ താഴെ നെഗറ്റീവ് നമ്പറാണ് -1 -2 -3 അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് നമ്പർ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും, എക്സ് കോർഡിനേറ്റ് അവിടെ നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് എക്സ് വൈ എന്ന് വരും. ഇനി തേർഡ് ക്വാഡ്രൻറ്റിൽ അവിടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്താണ്? നെഗറ്റീവ് നമ്പർ ആയിരിക്കും വരാം, എക്സ് -y എന്ന് വരും. ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റിലോ അവിടെ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവാണ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവാണ്. ഇനി നമ്മൾ എങ്ങനെയായിരുന്നു ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചത്? ഫോർ എക്സാമ്പിൾ ഇവിടെ വരുന്ന ഈ ഒരു പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടത്? ആ ഒരു പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലോട്ടൊരു ലൈൻ വരയ്ക്കും. ആ ലൈൻ പോയിട്ട് ടച്ച് ചെയ്യുന്ന ആ ഒരു നമ്പർ ഇവിടെ 4 ആണല്ലേ. അപ്പോൾ 4 ആണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്. സെയിം നമ്മളിനി എന്ത് ചെയ്യും? ആ ഒരു പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലോട്ടൊരു ലൈൻ വരക്കും. ആ ലൈൻ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അതാണ് അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 4 3 എന്നാണ് ആ ഒരു പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വരുന്നത്. അപ്പോൾ ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ഫ്രം ദ വൈ ആക്സിസ് അല്ലേ. ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് വൈ ആക്സിസിൽ നിന്ന് ആ ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. സെയിം വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ കോർഡിനേറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ എക്സ് ആക്സിസിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഏത് പോയിന്റും എവിടെ വന്നാലും അത് മാർക്ക് ചെയ്യാനൊക്കെ നമ്മൾ 9th പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്നും കൂടി നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് 2 പോയിൻറ്റ്സിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണുന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതാ 4 3 എന്നുള്ള ഫസ്റ്റ് പോയിന്റ്. ദെൻ നമ്മൾ വേറൊരു പോയിന്റ് എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഒരു പോയിന്റ് എന്താ വരിക? 2 5 എന്ന് വരും. അപ്പോൾ ഈ ഒരു 4 3 എന്നുള്ള പോയിൻറ്റും 2 5 എന്നുള്ള പോയിൻറ്റും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അത് നമ്മൾ എങ്ങനെ കാണുന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട്. ആ ഒരു ഫോർമുല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ആ ഫോർമുല? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് d = √of x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഏതൊക്കെയായിരുന്നു? 4 3 ആൻഡ് 2 5 അല്ലേ. അപ്പോൾ എന്താണ്? x1 = 4, x2 = 2, y1 = 3 ആൻഡ് y2 = 5. ഇനി എന്ത് ചെയ്യുക? ഈ എക്സിൻ്റെയും വൈൻ്റെയും ഒക്കെ വാല്യൂ ആ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്ത് വരും? √of x2 - x1 2 - 4 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 5 - 3 ഹോൾ സ്ക്വയർ. നമ്മളിവിടെ സ്ക്വയർ എടുക്കുന്നത് കൊണ്ട് തന്നെ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂവിൽ
നെഗറ്റീവ് ഒന്നും വരില്ല അല്ലേ, സ്ക്വയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറുമല്ലോ. അപ്പോൾ എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 2 - 4 എന്താണ്? -2 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 3 എന്താണ്? 2 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു -2ൻ്റെ സ്ക്വയർ എന്താണ്? +4 ആണല്ലേ, +2 സ്ക്വയറും 4 ആണ്. അപ്പോൾ എന്ത് വരും? √8. √8 നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് എഴുതാം? 4 × 2 എന്ന് എഴുതിക്കൂടെ? ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ 4നെ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2√2 എന്ന് കിട്ടും. അപ്പോൾ ആ 2 പോയിന്റ് തമ്മിൽ ഡിസ്റ്റൻസ് ഇവിടെ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഈക്വൽ ടു x2 - x1 സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എങ്ങനെയാണ് കാണാമെന്ന് പഠിച്ചു അല്ലേ. നമ്മൾ നെക്സ്റ്റ് എന്താ കാണേണ്ടത്? ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. നമുക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ആണ് അല്ലേ. ഇനി നമ്മൾ ഒരു പോയിന്റ് XY എന്നുള്ള ഒരു പോയിന്റ് ഒറിജിനിൽ നിന്നും ആ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുലയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0, 0 ആണല്ലേ. അപ്പോൾ എന്താ വരിക? ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ d ഈക്വൽ ടു റൂട്ട് ഓഫ് x - 0 ഹോൾ സ്ക്വയർ പ്ലസ് y - 0 ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് x - 0 എന്ന് പറഞ്ഞാൽ x തന്നെയാണ്, x സ്ക്വയർ പ്ലസ് y - 0 എന്ന് പറഞ്ഞാൽ y ആണ്, y സ്ക്വയർ. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ കാണാനുള്ള ഫോർമുലയാണ് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ഈക്വൽ ടു റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. XY എന്നുള്ള ഒരു പോയിന്റ് ഒറിജിനിൽ നിന്നും ആ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാനുള്ളതാണ് സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല കാണുമ്പോൾ കുറച്ച് ലെങ്തിയൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും സംഭവം സിമ്പിളാണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പോൾ 2 പോയിൻറ്റ്സ് 1, 2 ആൻഡ് 7, 5. ഈ 2 പോയിൻറ്റ്സിന് 1:2 എന്നുള്ള റേഷ്യോയിൽ വേറൊരു പോയിന്റ് കട്ട് ചെയ്യാണ്. ഇവിടെ വെച്ചിട്ട് 1:2 എന്നുള്ള റേഷ്യോയിൽ വേറൊരു പോയിന്റ് കട്ട് ചെയ്യാണ്. XY എന്നുള്ള ആ ഒരു പോയിന്റ് എന്ത് ചെയ്യാണ്? കട്ട് ചെയ്യാണ് 1:2. അപ്പോൾ ഈ ഒരു പോയിന്റ് കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ തന്നത്. m1x2 പ്ലസ് m2x1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അതാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ്സ് കാണാനോ? m1y2 പ്ലസ് m2y1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാലോ. ഇവിടെ x1 y1 എന്ന് പറയുന്നത് 1, 2 ആണ്. അപ്പോൾ x1 ഈക്വൽ ടു 1 ആണ്, y1 ഈക്വൽ ടു 2 ആണ്. നെക്സ്റ്റ് x2 y2 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? 7, 5 ആണല്ലേ. 7, 5. അപ്പോൾ x2 എന്ന് പറയുന്നത് 7 ആണ്, y2 എന്ന് പറയുന്നത് 5 ആണ്. റേഷ്യോ എന്താ പറഞ്ഞത്? m1:m2 എന്നുള്ള റേഷ്യോ എന്താണ് പറഞ്ഞത്? 1:2 ആണല്ലേ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു XY എന്നുള്ള ആ ഒരു പോയിന്റ് കാണാൻ ഈ ഒരു ഫോർമുലയിൽ സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് എന്താ വരുന്നത്? m1x2. m1ൻ്റെ വാല്യൂ എന്താ? m1 ഈക്വൽ ടു 1 ആണ്, m2 ഈക്വൽ ടു 2 ആണ്. അപ്പോൾ m1x2 എന്താ വരിക? m1 1 ഇൻറ്റു x2 7 പ്ലസ് m2 എന്ന് പറഞ്ഞാൽ 2 ആണ് ഇൻറ്റു x1 1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 1 പ്ലസ് 2. അതാണ് എക്സ് കോർഡിനേറ്റ്. ഇനി എന്താ വൈ കോർഡിനേറ്റ് വരിക? m1 y2. m1 എന്ന് പറയുന്നത് 1 ആണ്, 1 ഇൻറ്റു y2 എന്ന് പറയുന്നത് 5 ആണ്, 1 ഇൻറ്റു 5 പ്ലസ് m2 എന്ന് പറഞ്ഞാൽ 2 ആണല്ലേ, 2 ഇൻറ്റു y1 എന്ന് പറയുന്നത് 2 ആണ്. ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 1 പ്ലസ് 2 എന്ത് വരും?
1 into 7, 7 plus 2 by 3, and 1 into 5, 5 plus 2 into 2, 4 divided by 1 plus 2, 3, which is equal to എന്ത് വരും 9 by 3, and again 9 by 3 തന്നെ വരും അല്ലേ. അപ്പോൾ എന്താണ് ആ ഒരു കോർഡിനേറ്റ്സ്? 9 by 3 എന്ന് പറഞ്ഞാൽ 3 ആണ്, 9 by 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഈ ഒരു എക്സ് വൈ എന്നുള്ള ആ ഒരു കോർഡിനേറ്റ് വരുന്നത് 3, 3 എന്നാണ്. അപ്പോൾ 3, 3 എന്നുള്ള ആ ഒരു പോയിന്റിലാണ് 1, 2, 7, 5 ഈ രണ്ട് പോയിൻറ്റ്സിനെ 1:2 എന്നുള്ള റേഷ്യോയിൽ എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, സംഭവം സിമ്പിളാണ്, കാണുമ്പോൾ ലെങ്ത് ആയിട്ട് തോന്നുന്നേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു ഫോർമുലയാണ് മിഡ് പോയിൻറ്റ് ഫോർമുല. നമ്മൾ നേരത്തെ M1:M2 എന്നുള്ള റേഷ്യോയിൽ 2 പോയിൻറ്റ്സിനെ ഡിവൈഡ് ചെയ്യുന്ന കോർഡിനേറ്റ്സ്, ആ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കാണാമെന്ന് പഠിച്ചു. ബട്ട് ഇവിടെ ഈ ഒരു കേസിൽ 2 പോയിൻറ്റ്സ് x1, y1, x2, y2 എന്നുള്ള ഒരു പോയിൻറ്റിന് മിഡിലിൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് അത് കാണാനുള്ള ഫോർമുലയാണ് x1 + x2/2, y1 + y2/2. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. 2 പോയിൻറ്റ്സ് 1, 4 and 7, 6. ഈ രണ്ട് പോയിൻറ്റ്സിനെ മിഡിലിൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിൻറ്റ് എക്സ് വൈ, അതിൻ്റെ കോർഡിനേറ്റ്സ് കാണാനുള്ള ഫോർമുലയാണ് x1 + x2/2, y1 + y2/2. ഇവിടെ എന്താ വരിക? x1 + x2/2. x1 എന്ന് പറയുന്നത് 1 ആണ്, x2 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ x1 + x2/2 എന്താ വരിക? 1 + 7/2, which is equal to 8/2, 4. അതാണ് എക്സ് കോർഡിനേറ്റ് വരിക. ഇനി എന്താണ് വൈ കോർഡിനേറ്റ് വരിക? y1 + y2/2. y1 എന്ന് പറയുന്നത് 6 ആണ്, y2 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 4 + 6/2, which is equal to 10/2 equal to 5. അപ്പോൾ y കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ എന്താണ് കോർഡിനേറ്റ്സ് വരുന്നത്? 4, 5. അപ്പോൾ ഈ ഒരു 4, 5 എന്നുള്ള ആ ഒരു പോയിന്റിൽ നിന്നാണ് ഈ രണ്ട് പോയിന്റിനെ മിഡിലിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സെക്ഷൻ ഫോർമുലയിൽ M1:M2 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യുമ്പോഴുള്ള സെക്ഷൻ ഫോർമുല കണ്ടല്ലോ. ഇവിടെ M1:M2 എന്താ വരിക? മിഡിലായതുകൊണ്ട് തന്നെ M1:M2 = 1 അല്ലേ വരിക. അപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു സെക്ഷൻ ഫോർമുലയിൽ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ. എന്തായിരുന്നു സെക്ഷൻ ഫോർമുല? M1x2 + M2x1 ഡിവൈഡഡ് ബൈ M1 + M2. അതായിരുന്നു എക്സ് കോർഡിനേറ്റ്. ദെൻ വൈ കോർഡിനേറ്റ് എന്താ വരിക? M1y2 + M2y1 ഡിവൈഡഡ് ബൈ M1 + M2. ഇവിടെ M1:M2 എന്ന് പറയുന്നത് 1:1 ആണ് അല്ലേ. അപ്പോൾ M1 × x2 എന്ത് വരും? M1 എന്ന് പറയുന്നത് 1 ആണ്, x2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. 1 × 7 + M2 എന്ന് പറയുന്നത് 1 ആണ്, x1 എന്ന് പറയുന്നത് 1 ആണ്. 1 × 1 ഡിവൈഡ് ബൈ M1 + M2. M1:M2 1:1 ആയതുകൊണ്ട് തന്നെ M1 + M2 എന്ത് വരും? 1 + 1. അതാണ് എക്സ് കോർഡിനേറ്റ്. ഇനി വൈ കോർഡിനേറ്റ് എന്താ? M1 × y2. M1 എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു y2 എന്ന് പറയുന്നത് എന്താ? 6 ആണ്, പ്ലസ് M2 × y1. M2 1 ആണ്, y1 എന്ന് പറയുന്നത് 4 ആണ്, ഡിവൈഡ് ബൈ M1 + M2. 1 + 1 എന്താ വരിക? 1 × 7 പ്ലസ് 1 × 1 1 ബൈ 1 + 1 2. 1 × 6 6. 1 × 4 + 4 ബൈ 1 + 1 2. അപ്പോൾ എന്താണ് അവിടെ കോർഡിനേറ്റ്സ് വരുന്നത്? 7 + 1 8/2 എന്ന് പറയുമ്പോൾ 4 വരും. 6 + 4/2 എന്ന് പറയുമ്പോൾ 10/2 = 5 വരും. അപ്പോൾ അതല്ലേ നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഇത്രയുമാണ് കോർഡിനേറ്റ് ജോമെട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സസൈസും കുറേയധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ഒക്കെ ചെയ്തു നോക്കാം.
ഓക്കെ, താങ്ക് യു.